സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ, അത് നടക്കട്ടെ, അത് നടന്ന് കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തട്ടെ, കോടതിയാണ് ചെയ്യുന്നത്, അതിൽ സർക്കാരിനൊരു പങ്കില്ല എന്നാണ് മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവാണ് എന്ന്. അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ പ്രതികരണമായിട്ട് അത് വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിപ്പോൾ ശ്രീ വാസവൻ സഖാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ സതീശനാണെങ്കിൽ അത് അന്വേഷിക്കണം എന്നാ സംശയം. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ മേൽനോട്ടം ഞങ്ങൾക്കാണെന്ന ആ വെറുമൊരു അന്വേഷണ സംഘ തലവനെ മാത്രമല്ല നിയമിച്ചത്, അതിലെ കോൺസ്റ്റബിൾ വരെയുള്ളവരെ കോടതിയാണ് നിയമിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചേക്കും, ഒരു സർക്കാർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ, ഇവിടെ DGP ഉണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, P ശശി ഉണ്ട് ആഭ്യന്തരത്തിൻ്റെ ചുമതല നോക്കാൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി ഉണ്ട്. ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇവരിൽ ആരിലും കോടതിക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ അവർക്ക് വിശ്വാസമില്ല. അത് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിലും കോടതിയുടെ നടപടികളുടെ അന്തസത്ത എന്ന് പറയുന്ന അതാ. പിന്നെ ഇവിടെ ഇരുന്നോട്ട് വാസവനോ മറ്റേതെങ്കിലും ഒരു മന്ത്രി എന്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? അന്വേഷിക്കട്ടെന്നേ, അതിനൊരു കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ സതീശനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കൊണ്ടുവരണം. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുകയാണ്. ഈ ദേവസ്വം മുൻ പ്രസിഡന്റ് ശ്രീ N. വാസു ഇത് പറഞ്ഞു, അദ്ദേഹത്തിന് ഇതിൻ്റെ പങ്കൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ടൊരു അഭിപ്രായം ചോദിച്ചതാണെന്ന്, ഈ വിവാഹം നടത്തി കൊടുക്കട്ടെ എന്ന്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം. സാധാരണ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന, എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഞാൻ കാശ് ജോലി ചെയ്തോ അധ്വാനിച്ചോ ബിസിനസ് ചെയ്തോ ഉണ്ടാക്കിയ കാശാണ്. എൻ്റെ അടുത്ത വീട്ടിൽ ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹത്തിന് സഹായം കൊടുക്കണമെങ്കിൽ ഞാനെന്താ പള്ളിയിൽ അച്ഛൻ അനുവാദം ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഈ നമ്മൾ ഇപ്പോഴും ഈ ചർച്ചയുടെയും കൂടെ ആലോചിക്കേണ്ട കാര്യം, ഈ സ്വർണ്ണപ്പാളി ഇവിടെ നടക്കിക്കൊണ്ട് പോയിട്ട് ഒരു മാസം എവിടെയായിരുന്നു? ഒരു മാസം കഴിഞ്ഞാണല്ലോ, നമ്മൾ പലവട്ടം ചർച്ച ചെയ്താ, ഒരു മാസം കഴിഞ്ഞാണല്ലോ അത് ഈ ജോലി നടക്കുന്ന സ്ഥലത്തെത്തിയത്. അതിനുശേഷം എങ്ങനെയാണ് ഓരോ വീടുകളിൽ ഇതെത്തുന്നത്? നടൻ ജയറാം അടക്കമുള്ളവരുടെ വീടുകളിൽ ഇതെങ്ങനെയാണ് പൂജിക്കുന്നത്? അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അടർത്തി മാറ്റിക്കൊണ്ട് പോയ പാളി എവിടെയുണ്ട്. അതിനെ കട്ടളയും കാണാനില്ലെന്ന് പറയുന്നുണ്ട്. കട്ടളയും കാണാനില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ അന്വേഷിക്കട്ടെന്നേ. അതിൻ്റെ കൂട്ടത്തിൽ സതീശൻ്റെയും അന്വേഷിക്കട്ടെ. പിന്നെ BJPയുടെ പ്രതിനിധി ജിതിൻ ദേവേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ സംഭവത്തിൽ, ഇത്തവണത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു റോള് കിട്ടിയില്ല. നിങ്ങൾ നാളെ ക്ലിഫ് ഹൗസ് ചർച്ച അല്ലെങ്കിൽ നിങ്ങളവിടെ മാർച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റോള് കിട്ടാതിരുന്നതിന് വഴി കിട്ടി എന്നോട് നിങ്ങൾ എന്തിനാണ് ഈ കുസ്തിക്ക് വരുന്നതെന്ന് ഉള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ധൈര്യമായിട്ട് ഒരു കാര്യം പറയാം, ഈ അവകാശ വരും അങ്ങേക്ക് കിട്ടും. കേൾക്കൂ, അവകാശ സംരക്ഷണത്തിനും വിശ്വാസ സംരക്ഷണത്തിനും നേരത്തെ സമരം ഉണ്ടായപ്പോൾ ഞാനൊരു വ്യത്യസ്ത മതസ്ഥനാണേലും അതിനുവേണ്ടി വാദിച്ച ഒരാളാണ് ഞാൻ ഈ ചർച്ചകളിലൊക്കെ. മനസ്സിലായില്ലേ? ഇവിടെ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് BJP നിങ്ങൾ നാളെ മാർച്ച് വരുമ്പോൾ കൂടെ വരാൻ പറ്റില്ലായിരിക്കാം. നിങ്ങളുടെ മാർച്ചും സമരവുമായിട്ട് വന്നാൽ ശബരിമല സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യത്തോടുകൂടി വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയാ. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ ഇവിടെ നിയമസഭയിൽ ചർച്ച അതിൻ്റെ കൃത്യമായ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി കാണും. അത് ഉയർത്തുകയാണ് CPM. ആ ട്രാപ്പിൽ നിങ്ങൾ വീഴരുത്. ചർച്ച നടത്തിയില്ല, അതിനെ സംബന്ധിച്ചില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് വ്യവസ്ഥകളുണ്ട്. അപ്പം ഗോവിന്ദനടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഈ കെണിയിൽ ദയവേത് BJP വീഴരുത്. അവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, അന്വേഷണം കഴിഞ്ഞിട്ട് ശാസ്ത്രീയമായ മറുപടി പറയാമെന്ന്. അപ്പോൾ ഇതുവരെ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയ മറുപടിയല്ലേ? ദയവേത് BJPക്കാർ ഇതിന് യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കുക. ദയവേത് CPMൻ്റെ ട്രാപ്പിൽ വീഴരുത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇതൊരു നല്ല ആയുധമായിരിക്കുന്നു എന്ന് കൂടി കാണണ്ടേ ശ്രീ സണ്ണിക്കുട്ടി? ഇപ്പോൾ മേഖലാ ജാഥകൾ തുടങ്ങിയാണ് കോൺഗ്രസ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നടന്നു. പ്രതിപക്ഷം ഇനി ഒരുമിച്ചൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണോ? ഞാൻ പറയാമല്ലോ, ഈ സംഗമം നടന്നല്ലോ, അയ്യപ്പ സംഗമം. BJP സഹകരിച്ചില്ല, UDF സഹകരിച്ചില്ല, NSS SNDP ഒക്കെ സഹകരിച്ചു. അതിനുശേഷം പല സംഭവവികാസങ്ങളുണ്ടായി. എന്താ പറയുക, ആ സംഗമം നമ്മൾ നോക്കുന്ന ഉടനെ അത് UDFന് ഗുണകരമായിരുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് LDFന് അനുകൂലമായിട്ട് വരുന്ന ഒന്നായിരുന്നു.
പക്ഷേ ഞാൻ പറയുന്നത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഇത് അയ്യപ്പൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായിട്ടൊരു നല്ല അവസരമാണ്. അത് UDF ഉപയോഗിക്കും, കോൺഗ്രസ് ഉപയോഗിക്കും, BJPക്ക് ഉപയോഗിക്കാം. അവരത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ശരി, അല്ലാതെ ശ്രീനിവാസ് അതിനുകൂടി മറുപടി. ഇതൊരു നല്ല അവസരമായിട്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.